സംഘപരിവാറിന്റെ പ്രാകൃതമായ ആശയങ്ങൾ മനുഷ്യനെ മതത്തിന്റെയും ജാതിയുടെയും നിറത്തിന്റെയും വർണ്ണത്തിന്റെയും ലിംഗത്തിന്റെയും പേരിലൊക്കെ ഭിന്നിപ്പിക്കുന്ന സമയത്ത് പൗരത്വം പോലും മതാധിഷ്ഠിതമായിട്ട് നൽകപ്പെടുന്ന ഒരു സംവിധാനം ഈ രാജ്യത്ത് പ്രാവർത്തികമാക്കാൻ വെമ്പൽ കൊള്ളുന്ന മനുഷ്യവിരുദ്ധ ശക്തിയുടെ പേരാണ് സംഘപരിവാർ പ്രത്യയശാസ്ത്രം. മനുഷ്യനെ മനുഷ്യനായി കാണാതെ ജാതിയും മതവും നിറവും പറഞ്ഞുകൊണ്ട് കനത്ത തീവ്രമായ മാനവിക വിരുദ്ധ പ്രത്യയശാസ്ത്രത്തിനെ ആശയപരമായിട്ട് വ്യാപരിപ്പിക്കുന്ന ഫാസിസ്റ്റ് സിദ്ധാന്തമാണ്. ഫാസിസത്തിന് മനുഷ്യനെ ഇഷ്ടമല്ല. ഫാസിസത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന്റെ പേരാണ് മൗനം. രാഷ്ട്രത്തിനെ നിശബ്ദമാക്കുക, പ്രതികരിക്കാതിരിക്കുന്ന ഒരു സമൂഹമാക്കി മാറ്റുക, അനീതിയും അധർമ്മവും തലപൊക്കുന്ന സമയത്ത് പ്രതികരിക്കാതിരിക്കുന്ന ജനതയെ ഫാസിസ്റ്റുകൾ കഴിഞ്ഞ എത്രയോ ദശകങ്ങളായി ഇന്ത്യയിൽ വളർത്തിയെടുത്തു എന്നുള്ളതാണ് രാഷ്ട്രം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം. നിശബ്ദത കൈവിട്ടുകൊണ്ട് ഉറക്കെ ചോദ്യങ്ങൾ ചോദിക്കുക. ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ജനാധിപത്യം നിലനിൽക്കുക. ചോദ്യം ചോദിക്കുന്നവന്റെ പേരാണ് ഇടതുപക്ഷക്കാർ. ചോദ്യം ചോദിച്ച് അധികാരികളുടെ മുഖത്ത് നോക്കിയിട്ട് അനീതിക്കെതിരെ പോരാടുന്നവന്റെ പേരാണ് സഖാവ്. തൊഴിലില്ലായ്മ അതിഭീകരം, സാമ്പത്തിക അസമത്വം അതിക്രമാതീതമായി വർദ്ധിച്ചു. സാമൂഹിക അസമത്വത്തിന്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ക്രൂരതകൾ നമ്മൾ കാണുന്നു. ആദിവാസികൾ, ദളിത് വിഭാഗം, ന്യൂനപക്ഷങ്ങൾ ഇവരൊന്നും ഇന്ത്യയിൽ മനുഷ്യരല്ല. ജനാധിപത്യത്തിന്റെ ശബ്ദം ഏറ്റവും ദുർബലമാണെങ്കിലും അത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പോരാട്ടത്തിന്റെ മുഖത്തിൽ ആവേശം നൽകുന്ന ഏറ്റവും വലിയ പ്രക്രിയ. പോരാടുക. ഈ സംഘടനാ പ്രവർത്തനത്തിന്റെയും ആശയ പോരാട്ടത്തിന്റെയും ഗഹനമായ പൈതൃകമുള്ള ഒരാളാണ് സഖാവ് വിജയരാഘവൻ. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ, യുവജന പ്രസ്ഥാനത്തിലൂടെ, കാർഷിക പ്രസ്ഥാനത്തിലൂടെയൊക്കെ അധ്വാനത്തിന്റെ ഫലമായിട്ട് വളർന്നു വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ട് മാത്രമല്ല, അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ ഒരു സാധാരണക്കാരനായിട്ട് ജീവിക്കുന്ന ഒരു സഖാവാണ്. ഫാസിസം പരാജയപ്പെട്ടേ പറ്റൂ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു ഫാസിസം. അതൊക്കെ കേരളത്തിൽ നമ്മൾ കണ്ട സാമ്പത്തിക സഹായം കൊടുക്കാത്തതിന്റെ പേരിൽ സുപ്രീം കോടതി ഇടപെടുന്നു. എന്നിട്ടൊക്കെയാണ് നമുക്ക് കിട്ടാനുള്ള പൈസ മുഴുവൻ കിട്ടിയത്. ഇപ്പോഴും ധാരാളം ഇനിയും കിട്ടാനിരിക്കുന്നു. മാനവ സ്നേഹത്തിന്റെ പ്രതീകമായ സാഹോദര്യവും സ്നേഹത്തിനും എന്നും പ്രാമുഖ്യം കൊടുക്കുന്ന സഖാവ് വിജയരാഘവന്റെ അടയാളമായ ചുറ്റിക്കാരിവാൾ നക്ഷത്രത്തിൽ എല്ലാവരുടെയും സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിക്കൊണ്ട് 26-ാം തീയതി നമ്മൾ ഫാസിസത്തിനെതിരായിട്ട് അചഞ്ചലമായ പോരാട്ടത്തിൽ പങ്കെടുത്തുകൊണ്ട് വിജയം സുനിശ്ചിതമാക്കുക. അതാണ് രാഷ്ട്രത്തിനോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഉദാത്തമായിട്ടുള്ള കർത്തവ്യം എന്ന് മാത്രം ആശംസിക്കുന്നു. ലാൽ സലാം.